ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റാണ്, അണ്ടർസ്റ്റാൻഡിങ് ബാരിയേഴ്സ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇതിലെന്താ ഫസ്റ്റ് പറയുന്നത്? ബാരിയേഴ്സ് ടു പ്രൊവൈഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാകുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങളാട്ടോ പറയുന്നത്. നോട്ട് ആൻ ഈസി ടാസ്ക് ടു ഇംപ്ലിമെൻറ്റ് ദ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. മെനി ഓബ്സ്റ്റക്കിൾ കം അക്രോസ്. ഒരുപാട് തടസ്സങ്ങൾ അതിൽ വരുന്നുണ്ട്. ആൻ ആർട്ടിക്കിൾ ബൈ യുനെസ്കോ ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ബാരിയേഴ്സ് കാറ്റഗറൈസ്ഡ് ടു 3. അതായത് യുനെസ്കോത്തെ ഒരു ആർട്ടിക്കിൾ ഈ തടസ്സങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്, സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ്, സ്ട്രക്ചറൽ ബാരിയേഴ്സ്. ഇതാണ് 3 ബാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ ബാരിയേഴ്സ് എന്താണെന്ന് കൂടി നോക്കാം അല്ലേ. ബാരിയേഴ്സ് ഫിസിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ, എഡ്യൂക്കേഷണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് പ്രിവെൻറ്റ് സ്റ്റുഡൻറ്റ് ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ഫുള്ളി ഇൻ എഡ്യൂക്കേഷൻ. അതായത് വിദ്യാഭ്യാസത്തിൽ ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ തടസ്സം ഉണ്ടാക്കുന്ന ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാരിയേഴ്സ്, തടസ്സങ്ങളെന്ന് പറയുന്നത്. നീഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ബാരിയേഴ്സ്. എന്തിനാണ് നമ്മൾ ഈ ബാരിയേഴ്സ് നേരത്തെ തിരിച്ചറിയുന്നത്? ഇഫ് വി നോ അബൌട്ട് ബാരിയേഴ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്. നമ്മൾ ഈ തടസ്സങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് സ്കൂളിനും ടീച്ചേഴ്സിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐഡൻറ്റിഫൈ നീഡ്സ് ഓഫ് എവരി ലേണർ. അതായത് നമ്മൾ ഈ ബാരിയേഴ്സ് തിരിച്ചറിയുകയാണെങ്കിൽ ഈ ഓരോ ലേണേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. ഡെവലപ്പ് ഇൻക്ലൂസീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇംപ്രൂവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ. ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിൻ്റെ പാർട്ടിസിപ്പേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി. സോഷ്യൽ ജസ്റ്റിസും ഈക്വാലിറ്റി, സമത്വമൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കാം. ബിൽഡ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എൻവയോൺമെൻറ്റ്. ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്കൂൾ എൻവയോൺമെൻറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോബ്ലംസ്. എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്? ബാരിയേഴ്സ് കോസസ്. അതായത് നമ്മളുടെ തടസ്സങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, അതായത് സ്കൂൾ ഒഴിവാക്കി പോകൽ. പുവർ അക്കാഡമിക് അച്ചീവ്മെൻറ്റിൽ നല്ല ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാനൊന്നും പറ്റില്ല. അതെന്താണോ? അക്കാഡമിക് അച്ചീവ്മെൻറ്റ് കുറക്കുന്നതാണ്. പിന്നെ ലോ സെൽഫ് കോൺഫിഡൻസ്, സോഷ്യൽ ഐസൊലേഷൻസ്. അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ഡിസ്ക്രിമിനേഷൻ, ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷനൊക്കെ കുറഞ്ഞു പോകും. റെഡ്യൂസ്ഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലേറ്റർ ലൈഫ്. പിന്നീടുള്ള ജീവിതത്തിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് എംപ്ലോയ്മെൻറ്റിൽ തൊഴിലവസരങ്ങളൊക്കെ കുറഞ്ഞു വരും തടസ്സങ്ങളുണ്ടെങ്കിൽ കേട്ടോ. ഹൗ ടു റെഡ്യൂസ് ബാരിയേഴ്സ്. എങ്ങനെയാണ് ഈ ബാരിയേഴ്സ് നമുക്ക് കുറക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നത്? ടീച്ചർ ട്രെയിനിങ്. ടീച്ചേഴ്സിന് നല്ല ട്രെയിനിങ് കൊടുക്കുക. അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കരിക്കുലം ഉണ്ടാക്കുക. പിന്നെ പാരൻറ്റിന്, അതായത് അച്ഛനമ്മമാരെയൊക്കെ നമ്മളിതിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ഗവൺമെൻറ് സപ്പോർട്ട്, അക്സസിബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. പോസിറ്റീവ് സ്കൂൾ കൾച്ചർ. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാരിയേഴ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നോക്കാൻ പോകുന്നത് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സാണ്. എന്താണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്? സക്സസ് ഓഫ് ഇൻക്ലൂഷൻ ഡിപ്പെൻഡ് നോട്ട് ഓൺലി ഓൺ സ്കൂൾ ഫെസിലിറ്റീസ് ബട്ട് ആൾസോ ഓൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്സ് ഓഫ് പീപ്പിൾ. അതായത് ഇൻക്ലൂഷൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് സ്കൂളിലത്തെ ഫെസിലിറ്റീസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷെ അവിടെയുള്ള ആൾക്കാരുടെ അവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്സും ബിലീഫ്സും ശരിയായാൽ മാത്രമേ ഈ ഇൻക്ലൂഷൻ നല്ല രീതിയിൽ സക്സസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫ്രം സൊസൈറ്റി, ടീച്ചേഴ്സ്, പാരൻസ്, പിയേഴ്സ് കോസ് ഒബ്സ്റ്റക്കിൾസ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ദിസ് ആർ കാൾഡ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്. അതായത് കൂട്ടുകാരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടയിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് എന്തുണ്ടാക്കുന്ന പറയുന്നത്? ഓരോരോ തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്യില്ല, നല്ല രീതിയിൽ സാധ്യമാവില്ല. അതാണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് എഫക്റ്റുകളാണ്. നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്പ് എബൌട്ട് ഡിസബിലിറ്റിയെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഐസൊലേഷൻ, സമൂഹത്തിൽ ഒറ്റപ്പെടൽ, റിജക്ഷന്, ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കുറഞ്ഞു വരും. ലോ എക്സ്പെക്റ്റേഷൻ റിഗാർഡിങ് ചിൽഡ്രൻസ് എബിലിറ്റീസ്. കുട്ടികളുടെ കഴിവിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു എക്സ്പെക്റ്റേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. റെഡ്യൂസ്ഡ് കോൺഫിഡൻസ് എമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ എന്തുണ്ടാവും? കോൺഫിഡൻസ് കുറഞ്ഞു വരും. ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ കുറഞ്ഞ ഒരു പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ.
ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ടീച്ചേഴ്സ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ്. ടീച്ചേഴ്സ് പ്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ. ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ ഒരു റോള് വഹിക്കുന്നത്. If teachers are not properly trained or motivated, they hesitate to teach the disabled children. അതായത് ടീച്ചേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും മോട്ടിവേഷനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഇങ്ങനത്തെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു വിസമ്മതമൊക്കെ കാണിക്കും. സം ടീച്ചേഴ്സ് സേ CWD സ്ലോ ഡൗൺ ക്ലാസ് റൂം ടീച്ചിങ്, ദേ നീഡ് മച്ച് അറ്റൻഷൻ. അതായത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ആ ഒരു അറ്റ്മോസ്ഫിയർ ശരിയാക്കുന്നില്ല. അവിടെ എന്താ പറയുക, പഠനം സ്ലോ ഡൗൺ ആവും, അവർക്ക് കുറച്ചും കൂടി അധികം അറ്റൻഷൻ വേണമെന്നൊക്കെയാണ് ചില ടീച്ചേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, നോട്ട് ഗോട്ടൺ പ്രോപ്പർ ട്രെയിനിങ്, വർക്ക് ലോഡ് മേ കോസ് നോൺ കോപ്പറേഷൻ. അതായത് കുട്ടികളോട് നേരെ സഹകരിക്കാതിരിക്കാനുള്ള മറ്റ് കാരണങ്ങളാണ് ഈ പറയുന്നത്. കോൺഫിഡൻസ് ഇല്ലായ്മ, ഈ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചാൽ ശരിയാവുമോ അങ്ങനത്തെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടാത്ത പ്രശ്നം, പിന്നെ വർക്ക് ലോഡ് അധികമാവുന്നത്, ഇതൊക്കെയാണ് ഈ നോൺ കോപ്പറേഷനുള്ള കാരണങ്ങൾ കേട്ടോ. ടീച്ചേഴ്സിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ കാരണങ്ങളാണ് ഇതൊക്കെ. പിന്നെ എന്താണ് എഫക്റ്റീവ്, ഇതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ, reduce motivation among learners, poor academic achievement, failure of inclusive education, limited classroom practices. അതായത് എന്താണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കുറഞ്ഞു വരികയാണ്. പിന്നെ എന്താണ്, ലേണേഴ്സിൻ്റെ ഇടയിലുള്ള മോട്ടിവേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് കുറഞ്ഞു വരും, അല്ലെങ്കിൽ പുവർ അക്കാഡമിക് അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫെയിലിയർ ആവും. പിന്നെ ലിമിറ്റഡ് ക്ലാസ്സും പ്രാക്ടീസസ് അല്ലേ, ഇതൊക്കെയാണ് ടീച്ചേഴ്സിൻ്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉണ്ടാവുന്നത്. പിന്നെ പറയാൻ പോകുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് പിയേഴ്സ്. അതായത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ കേട്ടോ. പിയേഴ്സ് ഇൻഫ്ലുവൻസസ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ്. കുട്ടികളുടെ ഇമോഷണലായിട്ടും സോഷ്യലായിട്ടുള്ള എല്ലാ ഡെവലപ്മെൻറ്റിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആണ്, പിയേഴ്സാണ്. ക്രിയേറ്റ് അൺഹെൽത്തി ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ബള്ളിങ്, ടീസിങ്, സോഷ്യൽ ഐസൊലേഷൻ, ലാക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഇമോഷണൽ സ്ട്രെസ്സ്, ആൻഷൈറ്റി, പുവർ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ, ലോ സെൽഫ് കോൺഫിഡൻസ്. അതായത് ഓരോരോ ബുള്ളിങ് നടത്തൽ, അതുപോലെ തന്നെ കളിയാക്കൽ ഉണ്ടാവും. പിന്നെ എന്താണ്, സൊസൈറ്റിയിൽ ഒറ്റപ്പെട്ട പോലെ കുട്ടികൾക്ക് തോന്നും. പിന്നെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടും കുട്ടികൾക്ക്. അതുപോലെ തന്നെ ഇമോഷണലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ആൻഷൈറ്റിയും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ ക്ലാസ് റൂമിലൊന്നും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസൊക്കെ നഷ്ടപ്പെടും. ഇതൊക്കെയാണ് കൂട്ടുകാരുടെ അടുത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ കേട്ടോ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസിൻ്റെ അടുത്തുനിന്ന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുക എന്താണ്? പാരൻസ് ഓഫ് നോൺ ഡിസേബിൾഡ് ചിൽഡ്രൻ വറി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റെഡ്യൂസ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദെയർ ചൈൽഡ്. അതായത് നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസ് എന്താ ചിന്തിക്കുക, ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് എന്താവും, കുറഞ്ഞു പോകുമല്ലോ എന്നുള്ളതാണ് അവർ ചിന്തിക്കുക. അതായത് ഈ ഒരു ഇങ്ങനത്തെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടെങ്കിൽ അത് ഇവരുടെ പഠനത്തിന് കൂടി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു ടെൻഷനാണ് അവർക്ക് ഉണ്ടാവുന്നത്. പാരൻസ് ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഫിയർ അബൌട്ട് ഡിസ്ക്രിമിനേഷൻ, ബിലീവ് ദാറ്റ് ദെയർ ചൈൽഡ് കാൺ സക്സീഡ് ഇൻ റെഗുലർ ക്ലാസ്. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും അവരുടെ ഒരു ടെൻഷൻ എന്താണ്, കുട്ടികൾ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ അവിടെ ഏർപ്പെടുന്നുണ്ടോ, കുട്ടികൾക്ക് എന്തെങ്കിലും ആരെങ്കിലും കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടോ. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ തങ്ങളുടെ കുട്ടികൾക്ക് ഈ മറ്റുള്ള കുട്ടികളുടെ ഇപ്പോൾ റെഗുലർ ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ വലിയൊരു സക്സസ് ഒന്നും ഉണ്ടാവത്തില്ല, അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണമെന്നൊക്കെയാണ് ഈ ഒരു ആര്യത്തിൽ ചിന്തിക്കുന്നത്, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസ് ചിന്തിക്കുന്നത്. നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ്. സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് എന്താണ്? ഇഫ് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പ്രോബ്ലം വിത്തിൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രിവെൻറ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതായത് ഇനിയിപ്പോൾ ടീച്ചേഴ്സിനും പാരൻസിനും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്തുണ്ടാവും, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ആ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഇത് തടസ്സപ്പെടുത്തുന്ന പറയുന്നത് കേട്ടോ. ദേ ഇൻക്ലൂഡ് സ്ട്രക്ചർ, പോളിസീസ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. അതായത് സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, സ്ട്രക്ചറിൽ, പോളിസിയിൽ, അഡ്മിനിസ്ട്രേഷനിൽ, അതല്ലെങ്കിൽ ഫണ്ടിങ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതിലൊക്കെ എന്തെങ്കിലും തകരാറ് വരുന്നതാണ് സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. മേജർ സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് ആർ കരിക്കുലം, ടീച്ചർ പീപ്പിൾ റേഷ്യോ ഇൻ ദ ക്ലാസ് റൂം, ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഇൻ ദ ക്ലാസ് റൂം, ലാക്ക് ഓഫ് കോപ്പറേഷൻ എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദെൻ ഇൻഅഡിക്വേറ്റ് ഫണ്ടിങ്
ഒഫീഷ്യൽ പോളിസീസ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താ പറയാൻ പോകുന്നത്, കരിക്കുലം. എ റിജിഡ് കരിക്കുലം, യൂണിഫോം ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് കോമൺ അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് മേക്ക് ലേണിംഗ് ഡിഫിക്കൽട്ട് ഫോർ മെനി സ്റ്റുഡൻസ്. ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കരിക്കുലത്തിൽ ഉണ്ടാകുന്ന ഒരു റിജിഡ് ആയിട്ടുള്ള കരിക്കുലം. അതുപോലെ തന്നെ യൂണിഫോം ടീച്ചിങ് മെത്തേഡ്, കാലങ്ങളായിട്ട് ഒരേ രീതിയിൽ തന്നെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ വിലയിരുത്തൽ, കോമൺ അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, അതൊക്കെ നടത്തുമ്പോൾ എന്താണ് ഈ കുട്ടികൾക്ക് എന്താണ് ഒരു ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ. ഇൻഫ്ലെക്സിബിൾ കരിക്കുലം അല്ലേ, അതായത് ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കരിക്കുലം ഉണ്ടാവുക. ലാക്ക് ഓഫ് അഡാപ്റ്റഡ് ലേണിംഗ് മെറ്റീരിയൽസ്, നല്ല ലേണിംഗ് മെറ്റീരിയൽസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പം. അതുപോലെ തന്നെ ലിമിറ്റഡ് യൂസ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ്, അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ് ഇല്ലാത്തത്, ഇതൊക്കെയാണ് കരിക്കുലത്തിൽ ഉണ്ടാകുന്ന ബാരിയേഴ്സ്. ടീച്ചർ പീപ്പിൾ റേഷ്യോ ഇൻ ദ ക്ലാസ് റൂം, സെക്കൻഡ് വൺ. അവിടെ എന്താ പറയുന്നത്, ലാർജ് ക്ലാസ് മേക്ക് ഡിഫിക്കൽട്ട് ഫോർ പ്രൊവൈഡ് ഇൻഡിവിജ്വൽ സപ്പോർട്ട് ഓർ ഡിഫിക്കൽട്ട് ടു മാനേജ്. ഓക്കെ, അതായത് വലിയ ക്ലാസ്സുകളാണെങ്കിൽ ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ഈ ടീച്ചേഴ്സിന് എന്താവും, ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ ഒരു ക്ലാസ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻക്രീസ്ഡ് വർക്ക് ലോഡ്, ടീച്ചർമാരുടെ വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് കൂടും. റെഡ്യൂസ്ഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ എഫക്റ്റീവ് ഒക്കെ എന്താവും, കുറഞ്ഞു വരും അല്ലേ. ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഇൻ ക്ലാസ് റൂം. ഇവിടെ എന്താ പറയുന്നത്, സ്റ്റുഡൻറ്റ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, സ്പീച്ച് ഡിഫിക്കൽട്ടീസ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, ദോസ് ഫ്രം അതർ ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഫേസ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. അതായത് നമ്മളെപ്പോഴും ഒരു ഇതിൽ തന്നെ സംസാരിച്ചിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ കേൾവി ശക്തി കുറവുള്ള കുട്ടികളുണ്ടാവും, സ്പീച്ച് ഡിഫിക്കൽട്ടീസുള്ള കുറവുണ്ടാവും, അതല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ ഇത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് കോഴ്സസ്, അതായത് ടീച്ചേഴ്സ് ഇതിൽ പറയുമ്പോൾ ഇവരുടെ നാട്ടിൽ ഇതായിരിക്കില്ല പറയുക, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഡോണ്ട് ഹാവ് സൈൻ ലാംഗ്വേജ് ഓർ അതർ ഫോർമാറ്റ്, അതല്ലെങ്കിൽ അവിടെ സൈൻ ലാംഗ്വേജ് ഇല്ലാതിരിക്കുക, അതല്ലെങ്കിൽ വേറെ ഫോർമാറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതൊരു ബാരിയറാണ് അല്ലേ. നല്ല പ്രോപ്പർ രീതിയിൽ അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷന് പോസിബിൾ ആവുന്നില്ല. പിന്നെ ലാക്ക് ഓഫ് കോപ്പറേഷൻ എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ നടക്കാൻ പറ്റും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് കേട്ടോ. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓൺലി സക്സസ്ഫുൾ വെൻ ടീച്ചേഴ്സ്, പാരൻസ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി വർക്ക് ടുഗദർ. അതായത് പാരൻസും അധ്യാപകന്മാരും പിന്നെ അധ്യാപകരുടെ ടീച്ചേഴ്സ്, പിന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവരെല്ലാവരും എന്താ പറയുക നല്ല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ്നെസ് ഒക്കെ സക്സസ് ആവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പുവർ കോർഡിനേഷൻ എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോസസ് വീക്കർ പ്ലാനിങ് ആൻഡ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻസ്. അതായത് ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് പറയുന്നത്, കോസസ് വീക്കൻസ് പ്ലാനിങ് ആൻഡ് സപ്പോർട്ട് ഫോർ ചിൽഡ്രൻസ്. ഈ കുട്ടികൾക്കുള്ള ആ പ്ലാനിങ്ങും സപ്പോർട്ടൊക്കെ എന്താവും, വീക്കനാവില്ലേ, തളർന്നു പോകും. പിന്നെ ലാക്ക് ഓഫ് ടീം വർക്ക് ഇല്ലാതിരിക്കുക. അപ്പോൾ ഇൻഅഡിക്വേറ്റ് ഫണ്ടിങ്, അവിടെ എന്താ പറയുന്നത്, ഇഫ് ദർ ഇസ് നോട്ട് ഇനഫ് മണി ദെൻ പുവർ ഇൻഫ്രാസ്ട്രക്ചർ, ലെസ് സപ്പോർട്ട് സർവീസ്, ലെസ് ടീച്ചർ ട്രെയിനിങ്, ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സസ്. അതായത് ആവശ്യത്തിനനുസരിച്ചുള്ള കാശില്ലെങ്കിൽ അവിടെ എന്താവും, ഇൻഫ്രാസ്ട്രക്ചറൊന്നും ശരിയായ രീതിയിൽ നടക്കില്ല. പിന്നെ എന്താണ്, സപ്പോർട്ട് സർവീസ് കുറവായിരിക്കും, ടീച്ചേഴ്സിന് ട്രെയിനിങ് നല്ല മെച്ചപ്പെട്ട ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ റിസോഴ്സിൻ്റെ ഇൻസഫിഷ്യൻസി ഒക്കെ ഉണ്ടാവും കേട്ടോ അവിടെ. പിന്നെ ഒഫീഷ്യൽ പോളിസീസിൽ എന്താ പറയുന്നത്, പുവർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് പോളിസീസ്, വി ഹാവ് മെനി പോളിസീസ്, ലാക്ക് ഓഫ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, ഇൻഅഡിക്വേറ്റ് സപ്പോർട്ട് ഫ്രം അതോറിറ്റീസ്, ലിമിറ്റഡ് അവയർനെസ് ഓഫ് എഡ്യൂക്കേഷൻ റൈറ്റ്. അതായത് നമുക്ക് ഒരുപാട് പോളിസീസും റൈറ്റ്സും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിനു വേണ്ടിയിട്ട്, ഈ കുട്ടികൾക്ക് ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനും എല്ലാ സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ്, അതൊന്നും നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ലാക്ക് ഓഫ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, അത് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത്, അതായത് ഈ ഒരു ലോസും കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തിൽ നടന്നിട്ടുണ്ടോയെന്ന് നേരത്തിൽ മോണിറ്ററിങ്ങും ഇവാലുവേഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് തേർഡ് വേർഡാണ് അക്സസിബിലിറ്റി ഓർ സ്ട്രക്ചറൽ ബാരിയേഴ്സ്. ഇവിടെ എന്താ പറയുന്നത്, അക്സസിബിലിറ്റി മീൻസ് എവരി സ്റ്റുഡൻറ്റ് ഷുഡ് ബി ഏബിൾ ടു എൻറ്റർ, മൂവ് എറൗണ്ട് ആൻഡ് യൂസ് സ്കൂൾ ഫെസിലിറ്റീസ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് സേഫ്ലി. അതായത് അക്സസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും എന്തിനു സാധിക്കണം എന്ന് പറയുന്നത്, ഷുഡ് എൻറ്റർ ആൻഡ് മൂവ് എറൗണ്ട്
അതായത് ആ ഒരു സ്കൂളിലത്തെ എല്ലാ ഫെസിലിറ്റീസും സ്വതന്ത്രമായിട്ടും സേഫായിട്ട് യൂസ് ചെയ്യാനും അവിടെ ഒരു സ്വാതന്ത്ര്യം എല്ലാതും ഒരു കുട്ടിക്ക് കിട്ടുമ്പോഴാണ് ആ കുട്ടിക്ക് അക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, വെൻ സ്കൂൾ ഫെയിൽഡ് ടു പ്രൊവൈഡ് അക്സസിബിൾ ഫെസിലിറ്റീസ് സ്റ്റുഡൻറ്റ് വിത്ത് ഡിസബിലിറ്റീസ് ഫേസ് മെനി ചലഞ്ചസ്. അതായത് അക്സസിബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് സ്കൂള് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ആ ഒരു കുട്ടി എന്താവും, ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് ചലഞ്ചസ് അവിടെ നേരിടുന്ന പറയുന്നത് കേട്ടോ. മെയിൻ പ്രോബ്ലംസ്, പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് റാമ്പ് ആൻഡ് ഹാൻഡ് റെയിൽസ് ഫോർ വീൽ ചെയർ യൂസേഴ്സ്. വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ റാമ്പും ഹാൻഡ് റെയിൽസും ഒന്നും ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആബ്സെൻസ് ഓഫ് ലിഫ്റ്റ് ഓർ എലിവേറ്റർ ഇൻ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. ഒരുപാട് എന്താ പറയുക 2-3-4 നിലയുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഈ എന്താ പറയുക ലിഫ്റ്റും എലിവേറ്ററും ഒന്നും ഇല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല അതൊക്കെ പാടെ കയറിയിട്ട് മേലേക്കെത്താൻ. പിന്നെ ഇൻഅക്സസിബിൾ ടോയ്ലറ്റിൻ്റെ ഇൻഅക്സസിബിലിറ്റി, പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് കുടിവെള്ളത്തിൻ്റെത്, പിന്നെ ലാക്ക് ഓഫ് ടാക്റ്റിൽ പാത്ത് ആൻഡ് ബ്രെയിൽ സൈൻ ഫോർ ബ്ലൈൻഡ് സ്റ്റുഡൻസിനുള്ള സൈൻസും അതുപോലെ തന്നെ അവർക്കുള്ള പാത, പിന്നെ എന്താണ് പുവർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻ ക്ലാസ്സിലത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ പ്രശ്നങ്ങൾ, പിന്നെ ലാക്ക് ഓഫ് ലേണിംഗ് എയ്ഡ്സിൻ്റെ കുറവ്, പിന്നെ ലാക്ക് ഓഫ് ലൈബ്രറീസ്, ലബോറട്ടറീസ്, പ്ലേ ഗ്രൗണ്ട്സ്, നല്ല രീതിയിലുള്ള ലൈബ്രറീസ് ഇല്ലാതാവുക, ലബോറട്ടറീസ് ഇല്ലാതാവുക, അല്ലെങ്കിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്ത പ്രശ്നം, ഇതൊക്കെയാണ് സ്ട്രക്ചറൽ ബാരിയേഴ്സിൽ വരുന്നത്. പിന്നെന്താണ്? ദിസ് കോസ് ഇൻക്രീസ് ഇൻ ആബ്സെൻറ്റിസം, സോഷ്യൽ ഐസൊലേഷൻ, ലോസ് കോൺഫിഡൻസ്. അതായത് ഇങ്ങനെ സ്ട്രക്ചറൽ ബാരിയേഴ്സ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ എന്താവും, സ്കൂളിൽ വരുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും, സൊസൈറ്റിയിൽ നിന്ന് ഒരു ഐസൊലേഷൻ ഉണ്ടാവും, അതായത് കുട്ടികൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും, പിന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. പിന്നെന്താ പറയുന്നത്? ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെ എന്താ പറയുന്നത്? ഫിസിക്കൽ ഡിസൈൻ ഓഫ് സ്കൂൾ ബിൽഡിംഗ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്ന ഒന്നാണ് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. മെനി സ്കൂൾ കൺസ്ട്രക്റ്റഡ് വിത്തൗട്ട് കൺസിഡറിങ് നീഡ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. അതായത് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ ആവശ്യങ്ങളൊന്നും മനസ്സിൽ കാണാതെയാണ് പല സ്കൂളുകളും വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിളാണ് ഓൾഡ് ബിൽഡിംഗ് നോട്ട് ഡിസൈൻഡ് ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതായത് പഴയ ബിൽഡിങ്ങൊക്കെ എന്തെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്, പക്ഷേ അതിലൊന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് പറ്റിയ മോഡലിനൊന്നും അത് ശരിയാക്കി എടുക്കുന്നില്ല, വെറുതെ എന്താണ് ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ക്ലാസ് റൂം വിത്ത് ലിമിറ്റഡ് സ്പേസ് ടു മൂവ്മെൻറ്റ്. അതായത് ചില ക്ലാസ് റൂമൊക്കെ ചെറിയ ക്ലാസ് റൂം ആയിരിക്കും, അതിലൊന്ന് മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അൺഈവൻ ഫ്ലോർ ആൻഡ് സ്റ്റെയർ കേസ് വിത്തൗട്ട് റാമ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ അൺഈവൻ ആയിട്ടുള്ള ഫ്ലോറും അതുപോലെ തന്നെ സ്റ്റെയർ കേസ്, പുവർ ലൈറ്റിങ്, വെൻറ്റിലേഷന്, ലാക്ക് ഓഫ് ഫർണിച്ചർ, ആബ്സെൻസ് ഓഫ് കൗൺസിലിംഗ് ഫെസിലിറ്റീസ്, അൺസേഫ് ആയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്, ഇതൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? കോസ് ആക്സിഡൻറ്റ് ആൻഡ് ഇഞ്ചുറീസ്. ഇതൊക്കെ ഈ സ്ട്രക്ചറൽ ബാരിയേഴ്സ് എന്ത് കോസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അപകടങ്ങളും ഇഞ്ചുറീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് വേസ് ആൻഡ് മീൻസ് ഓഫ് പ്രൊമോട്ടിങ് സക്സസ്ഫുൾ ഇൻക്ലൂഷൻ. സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു ഇൻക്ലൂഷൻ നടക്കാനുള്ള കുറച്ച് വേസും മീൻസുമാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഓവർകമ്മിങ് ബാരിയേഴ്സ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഈസി ഫിസിക്കൽ ആക്സസ് ആൻഡ് ബെറ്റർ ലേണിംഗ് എൻവയോൺമെൻറ്റ്, കരിക്കുലം ചേഞ്ചിങ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഇൻക്രീസ് ഫാമിലി ഇൻവോൾവ്മെൻറ്റ്, അച്ചീവ്മെൻറ്റ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? നല്ല രീതിയിൽ ഈ ഒരു ഇംഗ്ലീഷ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന ഈ ബാരിയേഴ്സ്, തടസ്സങ്ങൾ, ഇപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള തടസ്സങ്ങൾ പറഞ്ഞല്ലോ, ഈ തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. പിന്നെ എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനോടുള്ള ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം? നമ്മൾ കളയണം. പിന്നെ ബെറ്റർ ലേണിംഗ് എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ഈസി ഫിസിക്കൽ ആക്സസൊക്കെ ഉണ്ടാവണം. പിന്നെ കരിക്കുലം ചേഞ്ച് ചെയ്യണം. പിന്നെ എന്താണ്? അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റ്, അതായത് കുട്ടികളെ വിലയിരുത്തുന്ന രീതി എപ്പോഴും ഈ ഒരു ഫൈനൽ എക്സാം മാത്രം നോക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വേറെ മോഡലിലുള്ള ഒരു എക്സാമും വേറെ മോഡലിലുള്ള ഓരോ രീതികളൊക്കെ പരീക്ഷിക്കണം. പിന്നെന്താണ്? ഇൻക്രീസ് ഫാമിലി ഇൻവോൾവ്മെൻറ്റ്. ഓക്കെ, ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് എന്ത് ചെയ്യുക? ഇതിൽ കൂട്ടുക, അതായത് ഫാമിലിനെയും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുക. കപ്പാസിറ്റി ബിൽഡിംഗ് എമംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇവിടെ എന്താ പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈസ് എനിവൺ ഇൻവെസ്റ്റഡ് ഇൻ ദ വെൽഫെയർ ആൻഡ് സക്സസ് ഓഫ് എ സ്കൂൾ ആൻഡ് സ്റ്റുഡൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, സ്കൂളിനും സ്റ്റുഡൻറ്റിനും വേണ്ടിയിട്ട് അവരുടെ വെൽഫെയറിനും സക്സസ്സിനും വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് കേട്ടോ.
ഇൻക്ലൂഡ് റെഗുലർ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ സ്പെഷ്യൽ റിസോഴ്സ് ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം, സ്റ്റാഫ് ആവാം, പാരൻസ് ആവാം, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ എലക്റ്റഡ് സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആവാം. ഇവരാരും ആവാം ഈ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് മെയ്ഡ് എ ഫണ്ട് അലോക്കേഷൻ ത്രൂ സർവശിക്ഷ അഭിയാൻ SSA ടു അച്ചീവ് എഡ്യൂക്കേഷൻ ഫോർ ആൾ. അതായത് SSA വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ഫണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബട്ട് മേക്ക് ഇറ്റ് ഹാപ്പൻ വി നീഡ് ടു ഹാവ് സ്യൂട്ടബിളി പ്രിപ്പയർഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പക്ഷേ ഈ ഒരു ഫണ്ട് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലേ, അത് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാനും നേരത്തിൽ അത് ശരിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത്, നല്ല പ്രിപ്പയർ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആവശ്യമുണ്ട്. സക്സസ് ഓഫ് ഇൻക്ലൂഷൻ ലൈസ് ഇൻ ദ കോർഡിനേറ്റഡ് ആൻഡ് കൊളാബറേറ്റീവ് എഫേർട്ട് ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് സക്സസ് ഓഫ് ഇൻക്ലൂഷന് നടക്കുന്നത്, നല്ല രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് പോസിബിൾ ആവണമെന്ന് പറയുന്നത് കേട്ടോ. കപ്പാസിറ്റി ബിൽഡിംഗ് എമംഗ് ടീച്ചേഴ്സ്. ഇവിടെ എന്താ പറയുന്നത്, ടു പ്രിപ്പയർ ടീച്ചർ ഫോർ ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് ട്രെയിനിങ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പ്രൈമറി സ്റ്റേജസ്. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സിന് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് 2 തരത്തിലുള്ള സ്റ്റേജസ് ഉണ്ടെന്ന് പറയുന്നത്. പ്രീ സർവീസ് ട്രെയിനിങ്, അതായത് ബിഫോർ എൻ്ററിങ് പ്രൊഫഷൻ, ജോലിക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു പ്രൊഫഷന് കയറുന്നതിന് മുമ്പുള്ള ട്രെയിനിങ്ങിനാണ് നമ്മൾ പ്രീ സർവീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഇൻ സർവീസ് ട്രെയിനിങ് കേട്ടോ. പിന്നെ അതെന്താണ്, അത് ആ പ്രൊഫഷനിൽ കയറിയതിന് ശേഷം കിട്ടുന്ന ട്രെയിനിങ് ആണ് കേട്ടോ. അത് അനുഭവങ്ങളിലൂടെയൊക്കെ കിട്ടുന്നതായിരിക്കാം. പിന്നെ ടീച്ചേഴ്സ് ആർ കീ ടു സക്സസ്ഫുൾ ഇംഗ്ലീഷ്. ഒരു ഇംഗ്ലീഷ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരാളാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് നീഡ് റെഗുലർ ട്രെയിനിങ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. നീഡ് ടു യൂസ് ഡിഫറൻഷ്യേറ്റഡ് ആൻഡ് ചൈൽഡ് സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ്. ടീച്ചേഴ്സ് എന്ത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്, കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സൊക്കെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. നീഡ് ടു കൊളാബറേറ്റ് വിത്ത് പാരൻ്റ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ട്, ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലുള്ള ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പാരൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സുമായിട്ടും എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കൊളാബറേഷൻ വേണമെന്ന് അറിയുന്നത് കേട്ടോ. അവരോടൊക്കെ കുട്ടികളെക്കുറിച്ച് ചോദിക്കണം, ഓരോരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. പിന്നെ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ദെയർ പ്രൊഫഷണൽ നോളജ്. അവരുടെ നോളജിനെ കുറിച്ചിട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വേണ്ടത്. കപ്പാസിറ്റി ബിൽഡിംഗ് എമംഗ് പിയേഴ്സ്. ഇവിടെ എന്താ പറയുന്നത്, പിയേഴ്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്രിയേറ്റിംഗ് എ ഫ്രണ്ട്ലി ക്ലാസ് റൂം. അതായത് നല്ലൊരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്ലാസ് റൂം ഉണ്ടാക്കാനായിട്ട് കൂട്ടുകാർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റോൾ ഉണ്ടെന്ന് പറയുന്നത്. സ്കൂൾ ഷുഡ് എൻകറേജ് സ്റ്റുഡൻസ് ടു റെസ്പെക്റ്റ് ആൻഡ് അക്സെപ്റ്റ് ഡൈവേഴ്സിറ്റി. സ്കൂൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, കുട്ടികളെ എൻകറേജ് ചെയ്യിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്, റെസ്പെക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും. പലതരത്തിലുള്ള കുട്ടികൾ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവില്ലേ, ഇവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് സ്കൂൾ വരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഹെൽപ്പ് ക്ലാസ്മേറ്റ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്ലാസ്മേറ്റ് എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അവോയ്ഡ് ബുള്ളിങ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ബുള്ളിങ്ങും, അതായത് അടികൂടൽ, ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. പിന്നെ വർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ടുഗദർ. ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഡെവലപ്പ് എമ്പതി, കോപ്പറേഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. എമ്പതി, കരുണ, അനുകമ്പ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇതൊക്കെ സഹകരണം, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യും. ബിൽഡ് പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പ്. നല്ല പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കും കേട്ടോ. കപ്പാസിറ്റി ബിൽഡിംഗ് എന്നും പിയേഴ്സ്, ഫ്രണ്ട്സാണ് കേട്ടോ പിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി കപ്പാസിറ്റി ബിൽഡിംഗ് എന്നും പാരൻസ്, വീട്ടുകാരുടെ ഇടയിൽ കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് കേട്ടോ പറയുന്നത്. ദേ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആരും സ്കൂളിലത്തെ മീറ്റിങ്ങിലും ആക്ടിവിറ്റീസിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് പാരൻസ്, വീട്ടുകാർ. സപ്പോർട്ട് ചിൽഡ്രൻ ലേണിംഗ് അറ്റ് ഹോം. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ പഠനത്തിൽ സഹായിക്കണം അച്ഛനമ്മമാർ. കമ്മ്യൂണിക്കേറ്റ് റെഗുലർലി ടു ടീച്ചേഴ്സുമായിട്ട് എപ്പോഴും സംസാരിക്കണം. കുട്ടിയുടെ പ്രോഗ്രസ്സിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എൻകറേജ് ചൈൽഡ്സ് കോൺഫിഡൻസ്. കുട്ടികളുടെ കോൺഫിഡൻസിന് എന്ത് ചെയ്യണം, നന്നായിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കണം. എഡ്യൂക്കേഷണൽ സപ്പോർട്ട് പ്രൊവൈഡ്. അതായത് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊടുക്കണം. കപ്പാസിറ്റി ബിൽഡിംഗ് എന്നും സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ എന്താ പറയുന്നത്, ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ഡെവലപ്പ് ഇൻക്ലൂസീവ് സ്കൂൾ പോളിസീസ് ഡെവലപ്പ് ചെയ്യണം. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അറേഞ്ച് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്യുക. പ്രൊവൈഡ് ലേണിംഗ് റിസോഴ്സസ് ആൻഡ് ഡിവൈസസ്. പഠനത്തിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സും ഡിവൈസസൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. പ്രൊമോട്ട് ടീം വർക്ക് എമംഗ് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ടീം വർക്ക് പ്രൊവൈഡ് ചെയ്യുക.
മോണിറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് പ്രാക്ടീസസ് എന്ത് ചെയ്യാം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. ക്രിയേറ്റ് സേഫ് ആൻഡ് സപ്പോർട്ടീവ് സ്കൂൾ എൻവയോൺമെൻറ്റ്, നല്ല സേഫും സപ്പോർട്ടീവും ആയിട്ടുള്ള ഒരു സ്കൂൾ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ്റെ കപ്പാസിറ്റി ബിൽഡിങ്ങിൽ പറയുന്നത്. കൺക്ലൂഷൻ, സക്സസ്ഫുൾ ഇൻക്ലൂഷൻ ടേക്ക് പ്ലേസ് ഓൺലി ത്രൂ കളക്റ്റീവ് എഫേർട്ട് ഓഫ് ടീച്ചേഴ്സ്, സ്റ്റുഡൻറ്റ്, പാരൻറ്റ്, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെൻറ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അതായത് ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരുമിച്ചിട്ടുള്ളൊരു എഫേർട്ടിലാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻക്ലൂഷൻ നടക്കുക എന്ന് പറയുന്നത് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റ്സാണ് പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് നോട്ട് ഓൺലി സ്റ്റുഡൻറ്റ് വിത്ത് ഡിസബിലിറ്റീസ് ബട്ട് ആൾസോ നോൺ ഡിസേബിൾഡ് സ്റ്റുഡൻറ്റ്, ടീച്ചേഴ്സ്, സ്കൂൾസ് ആൻഡ് സൊസൈറ്റി. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസേബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല ഹെൽപ്ഫുൾ ആവുന്നത്, പക്ഷേ ടീച്ചേഴ്സിനും സ്റ്റുഡൻറ്റിനും വീട്ടുകാർക്കും സ്കൂളിനും സൊസൈറ്റിക്കും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ബെനിഫിറ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻറ്റ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എങ്ങനെ ബെനിഫിറ്റ് ആവണമെന്നാണ് പറയുന്നത്. പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരവസരം, ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ആക്സസ് കിട്ടുന്നുണ്ട്. പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്, സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻസിന് എന്ത് ചെയ്യുന്നത്, എൻകറേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവുന്നുണ്ട്, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പും അപ്പോൾ തന്നെ കൂട്ടുകാരുടെ ഇടയിൽ ആ ഒരു ഇൻട്രാക്ഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിമിനേഷനൊക്കെ ഒഴിവാകുന്നുണ്ട്, സോഷ്യൽ ഐസൊലേഷൻ ഇല്ലാതാവുന്നുണ്ട് അല്ലേ, സമൂഹത്തിൽ ഞാൻ ഒറ്റക്കാന്നുള്ളൊരു ചിന്ത ഒഴിവാകുന്നുണ്ട് എല്ലാ കുട്ടികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ ഇമ്പ്രൂവ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് റൂം ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ക്ലാസ് റൂമെത്തി അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ഒരു പാർട്ടിസിപ്പേഷന് കൂടുന്നുണ്ട്. പിന്നെ എൻഹാൻസസ് ഇമോഷണൽ വെൽബീങ്ങിൽ ഇമോഷണലായിട്ടുള്ള വെൽബീങ്ങിനൊക്കെ ഒരുപാട് സഹായകരമാവുന്നുണ്ട്. പ്രിപ്പയർ സ്റ്റുഡൻറ്റ് ഫോർ എംപ്ലോയ്മെൻറ്റ്, തൊഴിലിനായിട്ടുള്ളൊരു പ്രിപ്പയർമെൻറ്റൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ബെനിഫിറ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് നോക്കാൻ പോകുന്നത്. ഡെവലപ്പ് എമ്പതി, കൈൻഡ്നെസ്, കമ്പാഷൻ. ഓക്കെ, അതായത് കരുണ, കമ്പാഷൻ, എമ്പതി, ഇതൊക്കെ എന്തുണ്ടാവുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ടല്ലേ, ഈ തരത്തിലുള്ള ഫീലിങ്സൊക്കെ ഉണ്ടാവുന്നുണ്ട് കുട്ടികൾക്ക്. പ്രൊമോട്ട് റെസ്പെക്റ്റ് ഫോർ ഡൈവേഴ്സിറ്റി, പലതരത്തിലുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവുന്നുണ്ട്. ഇമ്പ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോപ്പറേഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേഷനും കോപ്പറേഷൻ സ്കിൽസൊക്കെ കൂടുന്നുണ്ട്. അതായത് മറ്റുള്ള കുട്ടികളോടുള്ള സഹകരണം, അവരോടുള്ള സംസാരത്തിൻ്റെ ഇതും ഒക്കെ കൂടുന്നുണ്ട്. എൻകറേജ് ടീം വർക്ക് എൻകറേജ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, മുൻധാരണ അതല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, വിവേചനം, ഇതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്, ഇതൊക്കെ റെഡ്യൂസ് ആവുന്നുണ്ട്, കുറയുന്നുണ്ട്. ബിൽഡ് ലീഡർഷിപ്പ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ലീഡർഷിപ്പ്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ക്രിയേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അതായത് ഡിസബിലിറ്റീസുള്ള ആൾക്കാരോട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ എന്തിൽ ചേരുമ്പോൾ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണങ്ങളാണ് പറയുന്നത്. എൻഹാൻസസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ സ്റ്റുഡൻറ്റ് ഫോർ ഇൻക്ലൂസീവ് സൊസൈറ്റി, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കുട്ടിയെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദേ ലേൺ ഇമ്പോർട്ടൻറ്റ് ലൈഫ് വാല്യൂസ്, ജീവിതത്തിലെ ഒരുപാട് നല്ല മൂല്യങ്ങൾ ഇതിലൂടെ പഠിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. ബെനിഫിറ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഇത് ബെനിഫിറ്റ് ആവുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഇംപ്രൂവ് പ്രൊഫഷണൽ ആയിട്ടുള്ള കോമ്പിറ്റൻസ് കൂട്ടുന്നുണ്ട്. ഡെവലപ്പ് ഇൻക്ലൂസീവ് ടീച്ചിങ് സ്കില്ല് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കിൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. പിന്നെ ഓരോ കുട്ടിക്കും പലതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവില്ല, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് ടീച്ചേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ മാസ്റ്ററിങ് വേരിയസ് പെഡഗോഗിക്കൽ ടെക്നിക്സ്, അതായത് പലതരത്തിലുള്ള ടെക്നിക്സൊക്കെ ഇതിലൂടെ മാസ്റ്റർ ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് സാധിക്കുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കൂട്ടാനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്. അതുപോലെ തന്നെ ജോലിയിലൊരു സാറ്റിസ്ഫാക്ഷനും പ്രൊഫഷണലായിട്ടുള്ള ഗ്രോത്തൊക്കെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 2 ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.